10ാം നൂറ്റാണ്ടിൽ പണിത അനിയിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം ചരിത്രപരമായി അർമേനിയൻ ക്രൈസ്തവരുടെ ആത്മാവിനോട് ഉൾച്ചേർന്നുള്ള സംസ്കാര പൈതൃകത്തിന്റെ ഭാഗമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അനി നഗരം ടർക്കിയുടെ കാർഡ്സ് പ്രവിശ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാലാകാലങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കത്തീഡ്രലിന്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പുരോഗമിച്ചു വരികയാണ്. പക്ഷേ ഇപ്പോൾ ക്രൈസ്തവരുടെ ചരിത്രപുരാതനമായ ഈ ദേവാലയം ഒരു മോസ്കാക്കി മാറ്റുന്നതിനുള്ള നടപടികൾക്കായി അധികൃതർ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുതിയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പുനരുദ്ധാരണ പദ്ധതിയുടെ 2ാം ഘട്ടം 2025 പൂർത്തിയാകുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തുർക്കി സർക്കാർ നടത്തിയ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങളിൽ ഈ കത്തീഡ്രലിനെ ഫത്തിഹ് മസ്ജിദ് എന്ന് പേര് ഉപയോഗിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ഈ നടപടിക്ക് പിന്തുണയ്ക്കുന്ന ഭൗതിക ഘടനാ മാറ്റങ്ങളും ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തുർക്കി സർക്കാരിന്റെ മതപരമായ വസ്തുവകകളിലേക്കുള്ള കടന്നുകയറ്റം സാരമായ സംസ്കാര വിലോപം ആണെന്ന് പ്രതിപക്ഷവും അന്തർദേശീയ മനുഷ്യാവകാശ സംഘടനകളും ആരോപിച്ചു. DEM പാർട്ടി MP ജോർജ് അസ്ലാൻ പാർലമെന്റിൽ സർക്കാർ മന്ത്രിമാരോട് ഇതേക്കുറിച്ച് പരമാവധി വിശദീകരണം ആവശ്യപ്പെട്ടു. ഇത് ചരിത്രത്തെ മായ്ക്കാനുള്ള ശ്രമമാണ്. ഏകദേശമായി 1000 വർഷം പഴക്കമുള്ള ക്രൈസ്തവരുടെ ഈ പൈതൃക സ്വത്ത് ഇങ്ങനെ വിസ്മൃതിയിലാക്കുവാൻ അനുവദിക്കരുത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതിനിടെ യുനെസ്കോയുടെ സംരക്ഷണ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുകയാണോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിരവധി അർമേനിയൻ സംഘടനകൾ തുർക്കിയുടെ ഈ പ്രവൃത്തി തികച്ചും കൾച്ചറൽ ജീനോസൈഡ് ആണെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. തുർക്കി സർക്കാരിന്റെ ഇസ്ലാമിക് നാഷണലിസം അജണ്ടയുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതെന്ന വിമർശനങ്ങൾ ആഭ്യന്തര തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശക്തമാണ്.